വ്യാജ ആരോപണങ്ങളുടെയും അന്യായ ജയിൽവാസത്തിന്റെയും നീണ്ട കാലയളവിനൊടുവിൽ ഓസ്ട്രേലിയൻ ഹൈക്കോടതി നീതി വിധിച്ച് ജയിൽ മോചിതനാക്കിയ വാർത്തകളാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞുനിന്ന കർദിനാൾ ജോർജ് പെൽ വിടവാങ്ങി. തന്റെ അഭിമാനത്തിനും സൽപ്പേരിനുമേറ്റ അന്യായ കളങ്കത്തിന്റെ നാളുകളിൽ അദ്ദേഹം പ്രകടിപ്പിച്ച വിശ്വാസസ്ഥിരതയും ചെറുത്തുനിൽപ്പും സഹന പോരാട്ടവും ദീർഘക്ഷമയും എടുത്തുപറയേണ്ട ഒന്നായിരുന്നു. 81 വയസ്സുകാരനായിരുന്ന അദ്ദേഹം ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ഹൃദയസംബന്ധമായ സങ്കീർണതകൾ മൂലം അന്തരിച്ചതായി മെൽബൺ ആർച്ച് ബിഷപ്പ് പീറ്റർ കൊമൻസലി സ്ഥിരീകരിച്ചു. ക്രൈസ്തവ പ്രബോധനങ്ങളോടും പരമ്പരാഗത വിശ്വാസ സത്യങ്ങളോടും മരണം വരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത പുലർത്തുകയും ഏതവസരത്തിലും തന്റെ ധീരനിലപാടുകൾ നിർഭയം പ്രഖ്യാപിക്കുന്നതിൽ ബദ്ധശ്രദ്ധനുമായിരുന്ന അദ്ദേഹം വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഫോർ എക്കണോമിയുടെ പ്രീഫെക്റ്റായി സേവനം അനുഷ്ഠിക്കവെയായിരുന്നു ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ആസൂത്രണ ഫലമായി 2 അൾത്താരബാലന്മാരെ ലൈംഗിക ചൂഷണം നടത്തിയെന്ന വ്യാജ ആരോപണത്തിൽ ബലിയാടായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും 13 മാസക്കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തത്. എന്നാൽ കർദിനാളിന്റെ അപ്പീൽ പരിഗണിച്ച ഓസ്ട്രേലിയൻ ഹൈക്കോടതി പരാതിക്കാർക്ക് വിശ്വാസയോഗ്യമായ ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചില്ലെന്ന് നിരീക്ഷിക്കുകയും ആരോപണത്തിൽ വസ്തുതയില്ലെന്ന് 7 പേരടങ്ങുന്ന ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഏകകണ്ഠേന പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. 1966 പൗരോഹിത്യം സ്വീകരിച്ച ജോർജ് പെൽ 1996 മുതൽ 2001 വരെ മെൽബണിലെ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചു. അതേ വർഷം തന്നെ സിഡ്നിയിലെ ആർച്ച് ബിഷപ്പായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിച്ചു. അവിടെ അദ്ദേഹം 14 വർഷം സേവനം അനുഷ്ഠിച്ചു. 2003 കർദിനാൾ പദവി ലഭിച്ച പെൽ 2008 ലോക യുവജന ദിനം സിഡ്നിയിൽ വിജയകരമായി സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സഭാപ്രബോധനങ്ങളുടെ ശക്തനായ സംരക്ഷകനായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം തന്റെ ജയിൽവാസകാലത്തും അതിനുശേഷവും സ്വവർഗ വിവാഹങ്ങൾക്കെതിരെയും വിശ്വാസത്തിൽ ഒത്തുതീർപ്പുകൾ വരുത്താനുള്ള സഭയ്ക്കുള്ളിലെ തന്നെ പ്രവണതകളെയും ശക്തമായി അപലപിച്ചിരുന്നു. വിശ്വാസത്തിന്റെ കാവലാളും സത്യത്തിന്റെ പ്രവാചകനുമായി ആഗോളസഭ നെഞ്ചിലേറ്റിയിരുന്ന ബെനഡിക്ട് 16 പാപ്പയുടെ വിയോഗവാർത്തയ്ക്ക് പിന്നാലെ വന്ന കർദിനാൾ പെല്ലിന്റെ വേർപാട് വിശ്വാസികൾ വേദനയോടെയാണ് ശ്രവിച്ചത്.